നിരാശയിലും കഷ്ടപ്പാടുകളിലും പെട്ട് ജീവിതം ആഴിയിലേക്ക് താണുപോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശ്വാസ വീരനായ പത്രോസ് ആയിരുന്നു. ആ സംഭവം ഇങ്ങനെയായിരുന്നു. ആഴിയുടെ മുകളിലൂടെ നടന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസിന് ഒരു ആഗ്രഹം, തനിക്കും യേശുവിനെ പോലെ ആകണം. പത്രോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ആഴിയുടെ മുകളിൽ നിന്നെപ്പോലെ ഞാനും നടക്കട്ടെ. യേശു സമ്മതം മൂളുകയാണ്, നീ എന്നെപ്പോലെ നടക്ക, നീ എന്നിലേക്ക് നോക്കി നടക്ക എന്ന് പറയുകയാണ്. പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങി ആഴിയുടെ മുകളിലൂടെ നടക്കുവാൻ ആരംഭിച്ചു. പെട്ടെന്ന് പത്രോസിന്റെ നോട്ടം തെറ്റി. കാറും കോളും ആഞ്ഞടിച്ചു. എന്തു ചെയ്യണമെന്ന് അറിയാത്ത പത്രോസ് ആഴിയുടെ ഉള്ളിലേക്ക് ആശയില്ലാതെ വീണുപോയി. എങ്കിലും അവൻ അരുമനാഥനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന യേശു കേട്ടു, പത്രോസിനെ ഉയർത്തി. നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലും വലിയ പ്രാർത്ഥനകളോ വലിയ ഭാഷാ സങ്കേതങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ദൈവസന്നിധിയിൽ നമുക്കേവർക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. അതൊരു പക്ഷേ നിങ്ങളുടെ കടഭാരങ്ങളിൽ നിന്ന് ആയിരിക്കാം, പ്രയാസവും കഷ്ടതകളും നിറഞ്ഞ അവസ്ഥകളിൽ നിന്ന് ആയിരിക്കാം, രോഗദുരിതങ്ങളിൽ നിന്ന് ആയിരിക്കാം. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെ രക്ഷിക്കണമേ.